ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വികാരിയച്ഛ, വചന പ്രഘോഷകരായ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ രൂപതയിൽ ദൈവവചന പ്രഘോഷണത്തിൻ്റെ നാളുകളായിട്ട് നമ്മൾ ആചരിക്കുകയാണല്ലോ. ഈ ഗ്രാൻഡ് മിഷന്റെ പ്രഥമമായ ലക്ഷ്യം ദൈവവചനത്തോട് നമ്മെ കൂടുതലായിട്ട് ബന്ധിപ്പിക്കുക, ദൈവത്തിൻ്റെ സ്വരം നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ ജീവിതത്തിൽ ഒക്കെ കേൾക്കാനുള്ള അവസരം കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെയാണല്ലോ. നമ്മൾ സഭയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം, പണ്ട് വചനത്തിന് സ്വരം മാത്രമായിരുന്നു. പ്രവാചകന്മാര്, ന്യായാധിപന്മാര്, മറ്റ് വൈദിക ശുശ്രൂഷകൾ നടത്തുന്നവരൊക്കെ. അതുകൊണ്ടാണ് വചനത്തിന് സ്വരം മാത്രം ആയിരുന്നു. പിന്നീട് വചനത്തിന് ഒരു മുഖമുണ്ടായി. ആ മുഖം ഈശോയുടെ മുഖമാണ്. ആ മുഖത്തേക്ക് നോക്കുന്നവര് സമസ്ത രഹസ്യങ്ങളും മനസ്സിലാക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അതാണല്ലോ. ഈശോയുടെ മുഖത്തേക്ക് നോക്കുക, വചനത്തിന് ചുറ്റും ആയിരിക്കുക. വചനത്തിന് ചുറ്റും ഉള്ളവരെ നോക്കിയിട്ട് ഈശോ പറഞ്ഞല്ലോ, ഇവരാണ് എൻ്റെ സഹോദരങ്ങള്, ഇവർക്കാണ് എൻ്റെ മാതൃത്വം പോലും അവകാശപ്പെടാൻ സാധിക്കുന്നത്. അമ്മയ്ക്കടുത്ത സ്ഥാനം, സഹോദരങ്ങൾക്കടുത്ത സ്ഥാനം, ദൈവവചനത്തിന് ചുറ്റും ആയിരിക്കുന്നവര്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം അതാണ്. ഈശോയുടെ മുഖം നമ്മളുടെ പ്രസംഗം കഴിയുമ്പോൾ, പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ, കുടുംബ കൂട്ടായ്മ കഴിയുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം, ഈശോയുടെ മുഖം നമ്മൾ കണ്ടു. ആ മുഖമാണ് നമ്മൾ കാണേണ്ടത്, ആ മുഖത്തോടാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഈ വചന പ്രഘോഷണത്തിന്റെ പ്രസക്തിയും അതാണല്ലോ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മുടെ വിശ്വാസ വർഷത്തിന്റെ ആചരണം എന്ന് പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കേൾക്കുന്നു, നിങ്ങൾ എന്ത് വായിക്കുന്നു? അതാണ് നമ്മുടെ ദൈവവചനമാണോ കേൾക്കുന്നത്, ദൈവവചനമാണോ വായിക്കുന്നത്? ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്നാണ്. റോമാക്കാരോട് പൗലോസ് ശക്തമായിട്ട് പറഞ്ഞതാണ്, ഈ പ്രസംഗങ്ങളിലൂടെയാണ് നമ്മൾ ഈശോയെ കേൾക്കുന്നതും ഈശോയെ അറിയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം. ഈ വചന സന്ധ്യ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസറിന്റെ മരണം ദീർഘമായ ഒരു അധ്യായമാണ്. ആ അധ്യായത്തിലെ 1-2 തിരുവചനങ്ങൾ മാറി മാറി ഓരോ സ്ഥലത്തും ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്ന തിരുവചനം ഇതാണ്. ലാസറിന്റെ മരണമറിഞ്ഞ് വീട്ടിൽ അടുക്കാറായി നിൽക്കുന്ന ഈശോ മർത്തായോട് സംഭാഷണം നടത്തി. ആ സംഭാഷണ വേളയിൽ മർത്തായോട് ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. അപ്പോൾ മർത്ത അവനോട് പറഞ്ഞു, അന്തിമ നാളിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്ത് എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അതേക്കുറിച്ച് ഇപ്പം വലിയ അഭിപ്രായമൊന്നും നീ പറയേണ്ട കാര്യമില്ല. അന്തിമ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കും എന്ന് എനിക്ക് അറിയാം. അവിടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടത് ഇതാണ്. മർത്തായുടെ ആവശ്യം ലാസറിന്റെ ഉയർപ്പ് മാത്രമാണ്.
ഈശോയുടെ ആവശ്യം മർത്തായോട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഉയിർപ്പ് ഉണ്ടെന്നും അത് ആവശ്യമാണെന്നും ആ പ്രത്യാശയിൽ ജീവിക്കാൻ പഠിക്കണമെന്നും പഠിപ്പിക്കാനുള്ള പരിശ്രമമാണ്. മർത്ത ആവശ്യപ്പെട്ട കാര്യത്തിനപ്പുറത്തേക്ക് ഈശോ അവളെ കൊണ്ടുപോവുകയാണ്. മർത്ത പറഞ്ഞു, അന്തിമനാളില് ഉയർക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയുകയാണ്, എന്തിനാണ് അന്തിമനാൾ വരെ പോകുന്നത്? ഉയർപ്പ് ഇപ്പോഴ് ഇവിടെ നടക്കേണ്ട യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ ഉയിർപ്പ് ഉണ്ടാകണം, ഉണർവ് ഉണ്ടാകണം. എന്തിനാണ് നീ അന്തിമനാൾ വരെ പോകുന്നത്? ഈശോയുടെ ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. ഞാന് ഉയർപ്പ്, പുനരുത്ഥാനം, ആ കാര്യം ലോക അന്ത്യത്തിൽ നിന്ന് വലിച്ച് ബലം പിടിച്ച് നിന്റെ പക്കലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നീ പറയുകയാണ് അന്തിമനാളിൽ ഉയർപ്പുണ്ടാകുമെന്ന്. അതാണ് ഈശോ കൊടുക്കുന്ന തിരുത്തല്. ഉത്ഥാനം ഓരോ നിമിഷവും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ പറഞ്ഞല്ലോ, അന്തിമനാളില് ആ അവസരത്തിൽ പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്ന് മർത്ത പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ഞാനാണ് പുനരുത്ഥാനം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് പുനരുത്ഥാനം. അതാണ്, ആ ചിന്തയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൈവികമായ ചിന്ത. ലാസർ മരിച്ച് ശരീരം അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വേദപുസ്തകത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു കുട്ടി മരിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ ഈശോ ചെന്ന് എഴുന്നേൽപ്പിച്ചു. ഒരു മകൻ മരിച്ച് ശവമഞ്ചത്തിൽ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ഈശോ അവനെ ഉയർപ്പിച്ചു. മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് ചീഞ്ഞുപോയ ശരീരത്തിന്റെ ആ അവസ്ഥയിൽ നിൽക്കുന്ന ലാസറിനെയും ഉയർപ്പിച്ചു. ഇത് നമ്മളുടെ അനുദിന ജീവിതത്തിലെ 3 അവസ്ഥകളാണ്. നമ്മുടെ വീടുകളിൽ മരിച്ചവരെ പോലെ ഉന്മേഷമില്ലാതെ ഞാനോ എന്നെപ്പോലുള്ളവരോ നമ്മളെപ്പോലെയുള്ളവരോ ഒക്കെ വീട്ടിനുള്ളിൽ തന്നെ മരിച്ചവനെ പോലെ കാണും. ഏതാണ്ട് വിശ്വാസമൊക്കെ കളഞ്ഞ് വെറുതെ മരിച്ചവനെ പോലെ വഴിയിൽ കൂടെ നടക്കുന്നവർ കാണും. സത്യവിശ്വാസം വിട്ടുകളഞ്ഞവര്, എന്നേക്കുമായിട്ട് അത് പോയി, ഇനി നിവൃത്തിയില്ല എന്ന് വിചാരിക്കുന്നവര്. ലാസറിന്റെ അഴിവ് അതാണ്. അവിടെയെല്ലാം ഉണർവ് നമുക്ക് ആവശ്യമാണ്. ഈശോ അവരെ എല്ലാം തൊട്ട് ഉണർത്തി. ബാലികെ എഴുന്നേൽക്കുക, യുവാവെ എഴുന്നേൽക്കുക, ലാസറെ പുറത്തു വരിക. ഉത്ഥാനം ഇവിടെയാണ്, ഈ നിമിഷത്തിലാണ്. ഞാനാണ് പുനരുത്ഥാനം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈശോ പറഞ്ഞതിന്റെ അർത്ഥം, ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിലാണ് പുനരുത്ഥാനം. എന്റെ വചനം കേൾക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ മരിച്ച് പോവുകയല്ല, അവൻ മരിച്ച് നിത്യജീവന്റെ അടിസ്ഥാനമായ വചനത്തിലേക്ക് വരികയാണ്. പുനരുത്ഥാനം അന്വേഷിച്ച് നമ്മൾ കോടിക്കണക്കിന് വർഷങ്ങൾ പാർത്തു കഴിയേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ ആ പുനരുത്ഥാനം ഇപ്പോഴെ ഇവിടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഈശോ അത് വലിച്ച് അടുപ്പിച്ച് ദൈവവചനം നമ്മളുടെ കയ്യിൽ തന്ന് ഞാനാണ്, വചനമാണ് പുനരുത്ഥാനമെന്ന് പഠിപ്പിക്കുകയാണ്. ആ പുനരുത്ഥാന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്നും നാളെയുമായിട്ട് നമുക്ക് വീടുകളിലും മഠങ്ങളിലും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ 11-ാം അധ്യായം നമുക്ക് വായിച്ച് അതിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ ആ തിരുവചനം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഭർത്താവ് വഴി ഈശോ നമുക്ക് നൽകുന്ന വലിയ ആഴമുള്ള ആ പ്രബോധനം, ആ തിരുവചനം നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളുടെ വെളിച്ചമായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിയാരീച്ചനെയും വചനപ്രഘോഷകരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയിലൂടെ ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഞാൻ ആശീർവദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും.